നിഷാദ്, ഇടയ്ക്ക് കോള് കട്ടായതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞ മുഴുവനും കാര്യങ്ങളും എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഈ പറഞ്ഞ വിഷയങ്ങൾക്കകത്തൊക്കെ ഇതിനു മുൻപും നമ്മൾ ഒരുപാട് സംവാദങ്ങളും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് അല്ലെങ്കിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഈ വിഷയം ചർച്ചയാക്കണം എന്നുള്ളൊരു താല്പര്യം ഇടതുപക്ഷത്തെ സംബന്ധിച്ചില്ല. അതിനുമപ്പുറത്ത് ഈ പാലക്കാട് MLA-യുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളുടെ വിശദാംശങ്ങളുടെ പ്രത്യേകത എന്താ? അത് കേരളത്തിൽ മുൻകാലത്തുണ്ടായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും സമീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. മുൻ മാതൃകകളില്ലാത്ത വിധം, മുൻ അനുഭവങ്ങളില്ലാത്ത വിധം അത്രമേൽ ഹീനമായി ഒരു സെക്ഷൽ പ്രൊഡേറ്റർ, ഒരു സൈക്കോപാത്ത് എന്ന നിലയിൽ ഇദ്ദേഹം കയറി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ഇത് ഗൗരവ സ്വഭാവത്തിലാകുന്നത് എവിടെ? ഇതിങ്ങനെ ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനും അപ്പുറത്ത് ഇവിടെ സംരക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കും. ഇദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാ വിശദാംശങ്ങളും വിവരങ്ങളും കൈകളിലുണ്ടായിരുന്നിട്ട്, എല്ലാ വിവരങ്ങളും കൈകളിലുണ്ടായിരുന്ന ആളുകൾ ഈ ഘട്ടത്തിലും സംരക്ഷണ കവചമൊരുക്കി ഇദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇദ്ദേഹത്തിനെതിരെ സൂചിപ്പിച്ച സംഘടനാ നടപടിയെടുത്തതിന് ശേഷവും നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടുള്ള അനുഭവം എന്താ? ശേഷം ഇദ്ദേഹത്തിന് വേദി ഒരുക്കുന്നതിന് വേണ്ടി, ഇദ്ദേഹത്തെ സംരക്ഷിച്ച് കൂട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി ഈ ഒരു സന്ദർഭത്തിലും UDF-ന്റെ കൺവീനറായിട്ടുള്ള വ്യക്തി ആവർത്തിച്ച് പറഞ്ഞ് ഇത് AI നിർമ്മിതമാണെന്നാണല്ലോ. ഇത് നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ശബ്ദശകലങ്ങളാണ്, അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകളാണ് എന്ന നിലയിലേക്ക് ഇവരുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഉണ്ടായിട്ടും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഇവർ ആവർത്തിച്ച് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളിടത്താണ് ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. നിങ്ങൾ സംരക്ഷിച്ച ആൾക്കാരുടെ കഥ പറഞ്ഞ് അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും എന്ന പോയിന്റ് ഉണ്ടല്ലോ എന്ന് പറയാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ പരാതിയും നിങ്ങൾ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ സമാനമായ ഏതു പരാതിയാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സംരക്ഷിച്ചു നിർത്തി? ആരെയാണ് ഞങ്ങൾ സംരക്ഷിച്ചു നിർത്തിയത്? ആരെയാണ് ഈ പറഞ്ഞവർക്ക് സമാനമായിട്ടുള്ള ഒരു അനുഭവം ഏതാണ്ടായിട്ടുള്ളത്? മുകേഷിന്റെ സ്ഥിതിയോ സാഹചര്യം ഉണ്ടായിട്ട് എങ്ങനെ? മുകേഷിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ PK ശശിയുടെ കാര്യത്തിലോ ഒന്നും ഒരു പൊസിഷൻ എടുത്തില്ല പാർട്ടി എന്ന നിലയ്ക്കെന്നാണ് ഒരു വിമർശനം. അല്ല, മുകേഷുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പരാതി ഇതിനോട് ഞാൻ അതിനകത്ത് ഇതിൻ്റെ വലിപ്പ ചെറുപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുമായി ബന്ധപ്പെട്ടും വളരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികളും മറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിനകത്ത് സംരക്ഷിക്കാൻ പാകത്തിലേക്കുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇനി PK ശശിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പരാതി എന്താ എനിക്കറിയില്ല. സമാനമായിട്ടുള്ള പരാതിയാണോ PK ശശിക്ക് ഇതിനുണ്ടായിട്ടുള്ളത്? ശ്രീകുമാർ പറ, അദ്ദേഹത്തിനാണല്ലോ വ്യക്തത ഉള്ളത്. എനിക്കറിയില്ല എന്താ പരാതി PK ശശിയുമായി ബന്ധപ്പെട്ടിട്ട്. PK ശശിയുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നു വരികയും അത് പാർട്ടി കമ്മിറ്റി അന്വേഷിക്കുകയും. ബോധ്യമുള്ളത് എനിക്ക് ബോധ്യമില്ല. അത് കേരളത്തിന് അറിയാവുന്ന കാര്യമല്ലേ ഹർഷോ? അല്ല, അല്ല എനിക്ക് പരിമിതമായ അറിവ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ് PK ശശിക്കെതിരെ സംഘടന മുൻപിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ളവർ എനിക്കില്ല. ശരി, അതാണ് താങ്കളുടെ മറുപടി. ശ്രീകുമാർ, ഇപ്പൊ CPIM-ന്റെ ചരിത്രത്തിലെ ഇത്തരം ഏർപ്പാടുകളെല്ലാം